ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. ഭരദ്വാജോൽപ്പത്തി. ഒരു നാൾ ഭരദ്വാജൻ ഗംഗയിൽ കുളിപ്പാനായി വിരവിൽ ചെന്ന നേരം കണ്ടിതു ഹൃദാജിയെ. മാരുതഹൃദാംബരയാം അവൾ തന്നെ കണ്ടു. മാരനുവശനായി മാമുനിയതു നേരം ഇന്ദ്രിയസ്ഖലനം വന്നതിനെ ദ്രോണി തന്നിൽ അന്നേരമാക്കിക്കൊണ്ടാൻ അതിൽ നിന്നുണ്ടാകയാൽ ദ്രോണനെന്നതു തന്നെ നാമധേയവും ചൊന്നാൻ ആനന്ദം പൂണ്ടു സാംഗവേദവും പഠിപ്പിച്ചു. ഭരദ്വാജനു സഖിയാകിയ പൃഷദനാം ധരിത്രീപതിസുതൻ ദ്രുപദന്നതുകാലം ദ്രോണരോടൊരുമിച്ചു പഠിച്ചു വിദ്യകളും സുരലോകവും പുക്കു പൃഷദമഹീപതി. നരപാലകനായ ദ്രുപദൻ അതുകാലം ഭരദ്വാജനും ശാരദ്വതിയെ വേട്ടു. പിന്നെ ഭരദ്വാജാത്മജനായ അശ്വത്ഥാമാവുമുണ്ടായി. പുത്രനെ വളർപ്പതിനർത്ഥമില്ലായക മൂലം അർത്ഥിച്ചു ഭാർഗവനോടവനും അതുനേരം അർത്ഥമെപ്പേരും ദാനം ചെയ്തു പോയിതു നിനക്കസ്ത്രസംഹാര പ്രയോഗാദികൾ പഠിപ്പിക്കാം എന്നതു കേട്ടു ഭരദ്വാജനും ധനും വേദം നന്നായി പഠിച്ചിതു ഭാർഗവൻ തന്നോടപ്പോൾ. ദ്രുപദൻ തന്നെ ചെന്നു കണ്ടിതു സഖിയെന്നോർത്തവനും അധിക്ഷേപിച്ചുര ചെയ്തിതു പാരം. വിദ്യാർത്ഥശ്രുതപ്രജ്ഞ ശൗര്യാദി ഗുണങ്ങൾ കൊണ്ടൊത്തവരോടെ സഖ്യമുണ്ടാവിതെല്ലാവർക്കും. പുഷ്ടനും വിപുഷ്ടനും തമ്മിൽ സഖ്യവുമില്ല. രുഷ്ടനാം ദ്രുപദനും ഇങ്ങനെ പറഞ്ഞപ്പോൾ പുത്രനും ശിഷ്യന്മാരുമായവർ പുറപ്പെട്ടു ഹസ്തിനപുരത്തിങ്കൽ ചെന്നു. പുക്കതു നേരം ബാലന്മാർ പലരുമായി വീടയാ കളിക്കുമ്പോൾ കാലജാങ്കൂലിയം അന്ധുവിൽ വീണുപോയി. വീടയും അതിനോടു